Hi guys, welcome back to my channel. I know it's been so long since I have uploaded a video, and another video is basically about this look that I have created. അതിൽ ഞാൻ ഈ ഒരു ഐ ലുക്ക് ഇറ്റ്സ് കോൾഡ് ആസ് എന്നൊന്നുമില്ല, ഞാൻ തന്നെ ഇതിനൊരു മിനിമൽ സ്മോക്കി ഐസ് എന്നാണ് പറയുന്നത്. ബിക്കോസ് സ്മോക്കി ഐസ് നമുക്കറിയാം ഇറ്റ്സ് ലൈക്ക് ഭയങ്കര ഒരു ബോൾഡ് ആയിട്ടുള്ള ലുക്കാണ്. ബട്ട് നമുക്കത് ഡെയിലി വെയറിന് അത്രയും ബോൾഡ് ആയിട്ടുള്ളത് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് ഡെയിലി വെയർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തൊരു പരിപാടി ആയിക്കോട്ടെ, നമുക്കിപ്പം ഇപ്പോൾ ഒരു വിങ് ലൈനർ മാത്രമേ ചെയ്യാൻ അറിയുള്ളൂ. എനിക്കാണെങ്കിൽ വിങ് ലൈനർ പ്രോപ്പറായിട്ട് ചെയ്യാൻ അറിയില്ല, ബിക്കോസ് രണ്ടും സെയിം ആവാറില്ല. സോ ബേസിക്കലി ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു ഐ ലുക്ക് ഇതാണ്. ആൻഡ് ഐ ഫീൽ ലൈക്ക് ഇത് എല്ലാത്തിൻ്റെയും കൂടെ മാച്ച് ആയിട്ട് പോകും. എനിക്ക് എല്ലാ ഒരു ഡ്രസ്സിൻ്റെ കൂടെ, വെദർ ഇറ്റ്സ് എത്നിക് ഓർ കാഷ്വൽ ഓർ വെസ്റ്റേൺ, എല്ലാത്തിൻ്റെയും കൂടെ മാച്ച് ആയിട്ടാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു ഐ ലുക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. സോ ഐ ഹോപ്പ് യു വിൽ ലൈക്ക് ദിസ് ഐ ലുക്ക്. സോ പ്ലീസ് ഡു ലൈക്ക്, കമൻറ്റ്, ആൻഡ് യു ക്യാൻ കമൻറ്റ് യുവർ സജഷൻസ് ടു. സോ നമ്മൾ ബാക്കിയുള്ള ലൈക്ക് മേക്കപ്പ് ഒക്കെ ചെയ്തായിരുന്നു ഓൾറെഡി, ലൈക്ക് ബേസ് മേക്കപ്സ് ലൈക്ക് കൺസീലർ, ബ്ലഷ്, അതൊക്കെ നമ്മൾ ചെയ്തു. ഇനി നമുക്ക് ഐ ലുക്ക് ചെയ്യാം. സോ ബേസിക്കലി ഇതൊരു ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു മിനിമൽ സ്മോക്കി ഐ ലുക്കാണ്. അങ്ങനെ ഇത് കറക്റ്റ് ഒരു സ്മോക്കി ലുക്കും അല്ല, എന്നാൽ നമുക്ക് ഡെയിലി യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് അങ്ങനെ ഓവറായിട്ടും തോന്നില്ല, മിനിമൽ ആയിട്ട്. പക്ഷെ എന്നാൽ നമ്മുടെ ഐസ് കുറച്ചൊന്ന് പോപ്പപ്പ് ആയിട്ടും വരും. ഞാനത് ബേസിക്കലി ഞാൻ ലിറ്ററലി ഡെയിലി ചെയ്യുന്നൊരു ലൈക്ക് ഐ മേക്കപ്പ് ആണ്. ബിക്കോസ് എനിക്ക് തോന്നിയിട്ടുള്ളത് ലൈക്ക് എനി ലുക്ക്, അതിപ്പം ഓഫീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷന് പോകുന്ന ആയിക്കോട്ടെ, എല്ലാത്തിനെയും കൂടെയും ചേരുന്ന ഒരു മിനിമൽ സ്മോക്കി ഐ ലുക്കാണിത്. സോ ഞാൻ ഫസ്റ്റ് ഈ സ്മോക്കി ഐസ് ഒക്കെ കാണുന്നത് നമ്മൾ കരീന കപൂറിൻ്റെ ഒക്കെ ഐസിലാണ്. അവരുടെ എന്നൊക്കെ നോക്കുമ്പോൾ ഒരു വേറൊരു ലെവൽ തന്നെയാണ്. പക്ഷെ അത് കുറച്ചുകൂടെ നല്ല പ്രൊഫഷണൽ ആയിട്ട് മിക്കി കോൺട്രാക്ടർ പോലത്തെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒക്കെ ചെയ്യുന്നതാണ്. ദാറ്റ്സ് വെരി പ്രിറ്റി. സോ അവിടെ നിന്നൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അത് ഞാൻ യൂസ് ചെയ്ത് ഇപ്പം ഞാൻ എങ്ങനെയാണോ റെഗുലർ ആയിട്ട് അത് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. സോ നമുക്കതിന് വേണ്ട കാര്യങ്ങൾ ലൈക്ക് ഐലാഷ് കേള്. ഇത് ഓപ്ഷണൽ ആണ്. ഇപ്പം എൻ്റെ ഐലാഷസ് ഒന്നും അങ്ങനെ അത്രയ്ക്ക് വോള്യൂം ആയിട്ടുള്ളതൊന്നും അല്ല, സിമ്പിൾ വൺസ് ആണ്. സോ ഐ വിൽ യൂസ് ആൻ ഐലാഷ് കേള്. ബ്രൗൺ കാജൽ, യു ക്യാൻ യൂസ് ബ്ലാക്ക് ഓൾസോ. ഞാൻ ബ്ലാക്ക് കാജൽ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ബ്രൗൺ കാജൽ ഈസ് ഫോർ മൈ ലോവർ വാട്ടർ ലൈൻ. എനിക്ക് ബ്രൗൺ കാജലാണ് ലൈക്ക് താഴെ എഴുതാൻ ഇഷ്ടം. പിന്നെ ഒരു ബ്ലാക്ക് കാജൽ, ഓക്കെ. പിന്നെ ഒരു ഐ ഷാഡോ പാലറ്റ്, എനി ഓഫ് ദ ഐ ഷാഡോ പാലറ്റ്സിൽ നമുക്ക് ഇങ്ങനെ കിട്ടും കുറച്ചുകൂടെ ന്യൂട്രൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് സ്മോക്കി ഐസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐ ഷാഡോ പാലറ്റ്സ് ഉണ്ട്. ഞാൻ പക്ഷെ ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു വെരി സ്മോൾ ഐ ഷാഡോ പാലറ്റ് ആണ്. അതിലെ ഈ ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പം ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ബാക്കി ഒരു കളേഴ്സ് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല, ഓൺലി ദിസ് വൺ. ഈ ഒരു കളറാണ് നമ്മൾ ഈ ഒരു ലുക്കിന് യൂസ് ചെയ്യുന്നതും. പിന്നെ ഐ ഡു ഹാവ് അനദർ ഒരു പാലറ്റ് കൂടെ ഉണ്ട്. അത് കെ ബ്യൂട്ടിയുടെ ആണ്. കെ ബ്യൂട്ടിയുടെ അവരുടെ പ്യുർ ബ്ലൂം എന്ന് പറഞ്ഞ ഷെയ്ഡ്സ്. ഇത് ഇച്ചിരി ഒരു ക്യൂട്ട് ഷെയ്ഡ്സ് ആണ്. അതിലും എനിക്ക് എല്ലാം ഒന്നും വേണ്ട. നമ്മൾ സംടൈംസ് ഈ ലുക്ക് ചെയ്യുമ്പം ആ പറഞ്ഞ ബ്രൗൺ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് മിനിമലായിട്ട് ലൈറ്റായിട്ടൊക്കെ ഫീൽ ചെയ്യണമെങ്കിൽ ഞാൻ ഈ സ്പൈസ് എന്ന് പറഞ്ഞ ഷെയ്ഡിലെ ഇത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് വേണ്ട ബ്രഷസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ലൈക്ക് നമുക്ക് കൈ വെച്ച് ബ്ലെൻഡ് ചെയ്യുന്നതിനൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. സോ കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ ആയിട്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 2 ബ്രഷസ് ആണ്. അതിൽ ഒന്ന് ഫ്രം മാർസിൻ്റെ പെൻസിൽ ബ്രഷാണ്. ഈസിലി ഒന്ന് ഗ്ലൈഡ് ആവാൻ വേണ്ടിയിട്ട്, ഗ്ലൈഡ് അല്ല ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ആൻഡ് ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ഐ ഷാഡോ ബ്രഷ്. നിങ്ങൾക്കിത് കണ്ടാൽ അറിയാം ഇതിൽ ആ കളറുണ്ട്, ഞാൻ സ്ഥിരം യൂസ് ചെയ്തു. സോ ലെറ്റ്സ് സ്റ്റാർട്ട്.